ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരുവിധം ആളുകൾക്കെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം നിരാശയാണ്. നമ്മൾ എല്ലാം കൊണ്ടും നമ്മളൊന്നുമല്ല എന്ന് തോന്നുന്നു, നമുക്ക് മാത്രം ആരുമില്ല എന്ന് തോന്നുന്നു, നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിനോട് പരാതിപ്പെടും, അതേപോലെ കുറ്റപ്പെടുത്തും, ദേഷ്യപ്പെടും. ഇതൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം. നമ്മുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെയധികം പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. അല്ല നമ്മൾ ഏത് നേരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, വിഷമങ്ങളാണ്, അല്ലെങ്കിൽ ദുരിതങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, എപ്പോഴും നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് സക്സസ് വരിക അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ പറയാം. നമ്മളെപ്പോഴും പറയുന്നതാണ് ആർക്കും എന്നോട് മാത്രം ഒരു സ്നേഹമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ പറയണതിൻ്റെ മെയിൻ കാര്യം എന്താ? നമുക്ക് തോന്നുകയാണ് സ്വയമായിട്ട് എന്നെ മാത്രമാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്, എന്നെ മാത്രമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത, എൻ്റെ സ്വഭാവം മാത്രമാണ് ആർക്കും പറ്റാത്തത്. ഇതൊക്കെ നമ്മൾ സ്വയമായിട്ട് ഒരു കഥ തന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാനും തുടങ്ങും. പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ ഓവർ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോ ചിന്തകൾ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്യണം. അതായത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വയറുകളൊക്കെ ഒന്ന് വിട്ട് കിടക്കുന്നുണ്ട്. ആ വയറുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്ത് നമ്മുടെ ലൈഫിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാനായിട്ട് സാധിക്കണം. അതെങ്ങനെയാണ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, ലൈഫ് കോച്ച്, സെലിബ്രിറ്റി കോച്ച്, NLP ട്രെയിനർ ആൻഡ് യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ. എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്? എന്താണ് ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്താണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു നെഗറ്റീവ് ബിലീഫ്സ് എന്നാണ് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഇഷ്ടക്കേടുകളും, വെറുപ്പ്, വൈരാഗ്യം, അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മളെ താല്പര്യമില്ലായ്ക, നമ്മളെപ്പോഴും സ്വയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് അത് ഈ നെഗറ്റീവ് ബിലീഫ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പല ഇൻസിഡൻസിന് നമുക്ക് വന്നിട്ടുള്ളതും ആവാട്ടോ. അല്ലാണ്ട് നമ്മളായിട്ട് ഇപ്പം നമ്മൾ എല്ലാ മനുഷ്യന്മാരും ജനിച്ച ഉടനെ തന്നെ ഇങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞ് ജീവിക്കണവരൊന്നല്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാടും നിന്ന് നമ്മൾ അനുഭവിച്ച പലതരത്തിലുള്ള അവഗണനകളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളായിരിക്കാം, ഒറ്റപ്പെടുത്തലുകളായിരിക്കും. ഇതിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നമ്മളൊരു നെഗറ്റീവ് ബിലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കും. ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള ഉന്നതിയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ ഓവറായിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തോറും നമുക്ക് ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കില്ല. നമ്മൾ എപ്പോഴും ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഒരു നിരാശയാണ് ഉണ്ടാവുന്നത് അല്ലേ. നിങ്ങൾ സെൽഫായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു പഴയ പോലത്തെ ഒരു എനർജി ഒന്നും ഇല്ലാതിരിക്കുക. എത്ര കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവാണ്ടാവുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് നിരാശയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിരാശ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മിക്ക ആളുകളും ചെയ്യാറുണ്ട്. അതങ്ങോട്ട് വിട്ടുകളയും. എന്നിട്ട് നിരാശപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള അഡിക്ഷന് അടിമപ്പെടാൻ തുടങ്ങും. പലതരത്തിലുള്ള അഡിക്ഷൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും തുടങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല. എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ്. ആ ബ്ലെസ്സിങ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുക? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചില ആളുകൾ പറയും ഞാൻ മരിച്ചാലും ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കണം അല്ലേ. കാരണം നമുക്ക് ഈ മറ്റുള്ളവരോട് വെറുപ്പ് കൊണ്ട് നടക്കും തോറും നമ്മുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് മാറ്റി നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? അഫർമേഷൻസ് നല്ലത് പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യാം. ഇഷ്ടമുള്ള ഹാബിറ്റ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങാം. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങണം.
ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് വരാൻ തുടങ്ങും. അതായത് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാവാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആവും. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ട് കൊടുക്കാനോ നിങ്ങൾക്ക് എങ്ങനെ പറ്റില്ല. അതാർക്കും സാധിക്കില്ല. അതൊരു കുറ്റമൊന്നല്ല, നമ്മുടെ മനസ്സ് അതിന് കുറച്ച് പരിമിതികളൊക്കെ ഏർപ്പെടുത്തി വെച്ചത് കൊണ്ടാണ്. ഒരു എല്ലാ നെഗറ്റീവ് തോട്ട്സും ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ മനസ്സിനെ വളരെയധികം പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കുറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറേ ചിലപ്പോൾ ഫിയർ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ഓർമ്മ നിൽക്കാതാവുമ്പോൾ അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ എഴുതിയിട്ടും അവർക്ക് വേണ്ട രീതിയിൽ മാർക്ക് കിട്ടാതാവുമ്പോൾ ഒക്കെ കയറി കൂടിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കുറേ ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അതിനൊരു റീസണാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉന്മേഷം ലഭിക്കുകയും അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവലിൽ വളരെയധികം മാറ്റം വരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഹെൽത്ത്, ചില ആൾക്കാർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ ഓർത്ത് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് രാത്രി ഉറക്കം വരെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അതായത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെ എല്ലാം എടുത്ത് നമ്മൾ പുറത്ത് കളഞ്ഞ് വളരെ സന്തോഷമുള്ള നമ്മുടെ ജീവിതത്തിൽ സക്സസ് നേടാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യും തോറും നമ്മുടെ ജീവിതം 24/7 ഹാപ്പിനെസ്സിലേക്ക് മാറാൻ തുടങ്ങും. ഇത് ഞാൻ വെറുതെ പറയണതല്ല, ഇത് ഞാൻ ചെയ്ത് എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവരെ കാണാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളോടും നമുക്ക് വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം, ഇഷ്ടക്കേട് അങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെപ്പോഴും എന്താ ചെയ്യുക, മറ്റുള്ളവരെ മേലാണ് എപ്പോഴും ബ്ലെയിം ചെയ്യുക, അല്ലേ? അവർ കാരണം ഞാൻ ഇങ്ങനെയായത്, അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ തിരിച്ചിതുപോലെ പെരുമാറി എന്നൊക്കെയാണ് നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ സ്വയം മാറ്റാൻ നോക്കുക. നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ആളുകളും മാറാൻ തുടങ്ങും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരുപാട് മെഡിറ്റേഷൻസ് ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് വളരെയധികം കുറയും. നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ മെഡിറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഓൺലൈനായിട്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ് സെഷൻസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ, വേറൊരാളുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടായിരിക്കട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്.